നമസ്കാരം. വിപിൻ സി ബാബു ആലപ്പുഴയിലെ CPM-ന്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, BJP-യിൽ. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിപിൻ സി ബാബുവിനെ CPM-ൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറന്തള്ളിയത്. ചില്ലറ ആരോപണങ്ങളൊന്നുമല്ല കക്ഷിയെക്കുറിച്ച് പുറത്തു വന്നത്. അവിഹിതം, ഭാര്യയെ കയ്യേറ്റം ചെയ്യൽ, ആഭിചാരം തുടങ്ങിയ പരാതികളാണ് ഇദ്ദേഹത്തിന് നേരെ ഉയർന്നത്. ഭാര്യ തന്നെ പാർട്ടിയിൽ കൊണ്ടു കൊടുത്ത പരാതിയിലാണ് പാർട്ടി നടപടിയെടുത്തത്. അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെയാണ് പുള്ളി നേരെ ചാണകക്കുഴിയിലേക്ക് എടുത്ത് ചാടിയത്. സമാനതകളില്ലാത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഒരാളാണ് ബിബിൻ. പാർട്ടി കുടുംബത്തിൽ നിന്ന് മിശ്ര വിവാഹമായിരുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ജില്ലാ സെക്രട്ടറി ആയിരുന്ന CB ചന്ദ്രബാബുവും അറിഞ്ഞ് പാർട്ടി ഇടപെട്ടായിരുന്നു വിവാഹം നടത്തിയത്. പിൽക്കാലത്ത് ഭർത്താവിനെതിരെ ഭാര്യ തന്നെ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ ഉയർത്തി. ആഭിചാരക്രിയ നടത്തിയെന്നും ഭാര്യ നൽകിയ പരാതിയിലും വാർത്തകളിലും പിന്നാലെ പുറത്തു വന്നു. ഇതിനു പുറമെ ഗാർഹിക പീഡനം ആരോപിച്ച് ഭാര്യയും ഭാര്യ പിതാവും പാർട്ടിക്ക് പരാതി നൽകിയതോടെയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചതും 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും. നടപടി വരുമ്പോൾ CPM കായംകുളം ഏരിയ കമ്മിറ്റിയായിരുന്നു ബിബിൻ. നടപടിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ബ്രാഞ്ചിലേക്കാണ് തിരിച്ചെടുത്തത്. പിന്നീടും അസ്വസ്ഥത തുടർന്നു. ഇത്രയൊക്കെ ക്രിമിനലായ നേതാവിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. പാർട്ടിക്കും സമൂഹത്തിനും തന്നെ ദോഷം ചെയ്യാവുന്ന ഒരാളെ പോലും പാർട്ടിയിലേക്ക് വിളിച്ചു കയറ്റാൻ BJP-ക്ക് മടിയില്ല എന്നുള്ളതിന്റെ തെളിവാണത്. ഭാര്യയുടെ പരാതിക്ക് പുറമെ മറ്റു ചില ആരോപണങ്ങളും ബിബിനെതിരെ പാർട്ടിയിൽ ഉയർന്നിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. CPM-ൽ നേതാവായിരിക്കെ തന്നെ BJP-ക്കാരുമായി ചേർന്ന് ശബരിമലയിൽ ഹോട്ടൽ നടത്തിയെന്നാണ് അതിൽ പ്രധാനം. BJP-യിൽ ചേരാൻ ചർച്ച നടത്തിയെന്നായിരുന്നു മറ്റൊന്ന്. എന്നാൽ ഇത് ബിബിൻ സംസ്ഥാന സെക്രട്ടറിക്കുള്ള കത്തിൽ നിഷേധിക്കുകയും ചെയ്തു. BJP-യുമായുള്ള ചർച്ച പരാജയപ്പെട്ടപ്പോൾ BDJS-മായി ചർച്ച നടത്തിയെന്നും പ്രചാരണമുണ്ടായിരുന്നു. ഒരു പാർട്ടിയിൽ നിൽക്കെ തന്നെ ആശയപരമായും പ്രവൃത്തിപരമായും വിരുദ്ധതയുള്ള പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ച നേതാവിന്റെ മനസ്സ് നേരത്തെ തന്നെ വിഷം നിറഞ്ഞതാണെന്നുള്ളതിന്റെ തെളിവുകളാണ് ഇതെല്ലാം. ആരും എടുക്കില്ലെന്ന് കണ്ട് ഒടുക്കം BJP-യിൽ ചേർന്നപ്പോൾ പുള്ളി പറഞ്ഞ ന്യായമാണ് വൻ ട്വിസ്റ്റ്. CPM-ന്റെ മുസ്ലിം പ്രീണനമാണത്രേ അദ്ദേഹത്തെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചത്. ഇനിയും ഒരുപാട് അസംതൃപ്തർ പാർട്ടിയിൽ ഉണ്ടെന്നും പുള്ളി കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ.